അപ്പോൾ ഗൈസ് നമ്മളിതൊരു വെറൈറ്റിക്ക് വേണ്ടി ലോൺ വോൾഫ് കളിച്ച്. അപ്പോൾ നമ്മുടെ ടീമിലുണ്ടായിരുന്ന ഒരു ഗേളാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഗേളിൻ്റെ കൂടെ കളിക്കുന്ന ഒരു വീഡിയോ ഇടുന്നത്. അല്ല, ഫസ്റ്റ് ടൈമാണ് ഗേളിൻ്റെ കൂടെ കളിക്കുന്നത്, അത് തന്നെയാണ് വലിയ കാര്യം. പിന്നെ ഇവള് ഭയങ്കര പ്രോ പ്ലെയർ ആയതുകൊണ്ട് കളി ഭയങ്കര എളുപ്പമായിട്ട് ഞങ്ങൾ പോയി അടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ AW ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് AWM സെറ്റായി വരുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ AWM ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു വിധത്തി സമയമെടുത്ത് ടൈം എടുത്ത് അവിടെ ഒരു 150 കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ടീമിൽ ചത്ത് ഗൈസ്. അത് കഴിഞ്ഞ് ഓടി വന്ന് ഇവിടെ ഒരു 150 കൊടുത്തു. നമ്മുടെ ടീമിലെ 2 പേർക്ക് ഒരു 150 വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഗ്ലൂവാൾ വെച്ച് കവർ എടുത്ത് അടിക്കാൻ നോക്കിയിട്ടൊന്നും കൊള്ളുന്നില്ല. എന്നാൽ ലാസ്റ്റ് അവൻ ഇവിടെ വരുമെന്ന് കരുതി പിന്നെ അവനെ അതിലെ വരുത്തണമെന്നൊരു ഗ്ലൂവാൾ ഇട്ട് കവർ എടുത്ത് നമ്മളിതിലെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ കയറി വന്നു ഗൈസ്. ഒന്നും നോക്കിയില്ല, അവനിട്ട് അടിച്ച് ഇവനിട്ട് കൊണ്ട് ഇവനും ചത്ത്. അവനപ്പോഴത്തേക്ക് എനിക്ക് ഡാമേജ് വന്നു ഗൈസ്. അങ്ങനെ റൗണ്ട് പോയെന്ന് കരുതിക്കുമ്പോൾ എന്തോ ഭാഗത്തിൽ AW കൊണ്ട് അടിച്ച് ആ റൗണ്ട് നമ്മളങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഫ്ലാഷ് ഫ്രീസ് എടുത്ത് അമ്മമാർക്ക് കുറച്ച് ഡാമേജ് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ AW റഷ് ചെയ്ത് അമ്മമാർ അടിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ ഗ്ലൂ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരുത്തന്നെ 150 കൊടുത്തു. രണ്ടാമത്തെ 150 കൊടുത്തു, അവനെ നൈസറങ്ങ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവരിവിടെ കവർ എടുത്ത് നിൽക്കുന്ന നമ്മൾ സ്പോട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മളൊന്നും നോക്കില്ല, നമ്മൾ സ്കോപ്പ് ചെയ്ത് അവൻ്റെ എടുത്തിട്ട് അവനെയും കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് സുഖമായിട്ട് AW കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ റൗണ്ടിലെ സെലക്ഷൻ അമ്മാറിലായിരുന്നു. അമ്മാരിപ്പോൾ ഡബിൾ സ്കാറാണ് എടുത്തത്, പിന്നെ ഒരു ഡെസേർട്ടുകളും. അപ്പോഴത്തേക്കും നമ്മുടെ ടീമിനെ നൈസായിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കാർ എടുത്ത് ഒരു എനിമിക്ക് നല്ല ഡാമേജ് കൊടുത്ത് അവിടെ ഗ്ലൂ ഇട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ വേറെ എനിമി വന്നു. പക്ഷേ നമ്മളൊന്നും നോക്കിയില്ല, സ്കാർ കൊണ്ട് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കി, പക്ഷേ അവൻ ചത്തില്ല. അപ്പോൾ അവൻ പുറകെ വരുന്നുണ്ട്, അവനെ ഒരു വെടി എടുത്ത് ഒരു വെടിക്കുള്ള അത്രയും ഡാമേജ് കൊടുത്തായിരുന്നു. അപ്പോൾ രണ്ടാമത്തവനെ നമ്മൾ സുഖമായിട്ട് സ്കാർ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് ആ റൗണ്ട് നമ്മൾ കൈവരിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ റൗണ്ടിൽ നമ്മൾ കയറി വന്നപ്പോഴേ നമുക്ക് ചെറുതായിട്ട് അടി കിട്ടി. ഇപ്പം ഫോളോ ചെയ്ത് നമ്മൾ പുറകെ വന്നു. മണ്ടനായിട്ട് നമ്മൾ സ്കാർ കൊണ്ട് കുത്തിപ്പിടിച്ച് അവനെ നൈസായിട്ട് കൊന്നിട്ടുണ്ട് ഗൈസ്. അവനെ അടിച്ചെല്ലാം ഗ്ലൂവാലിട്ടാണ് തോന്നുന്നു ലോക്കായത്. അതിന് നമ്മളിവിടെ നിന്ന് കവർ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടീമും കൂടെ സപ്പോർട്ടിന് വന്നു. ടീം ഇതുവരെ ഒരു കില്ല് എടുത്തിട്ടില്ല കേസ്, എന്തുകൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പോൾ ഏതായാലും അടുത്ത വന്നാൽ നമ്മൾ സ്കാർ കൊണ്ട് കുത്തിപ്പിടിച്ച് നല്ല ഡാമേജ് കൊടുത്തു. ഡെസേർട്ടുകൾ കൊണ്ട് വൺ ടാപ്പ് അടിക്കാൻ നോക്കിയതാണ്, പക്ഷേ വൺ ടാപ്പ് ബോഡി ഷോട്ട് അടിച്ച് അവനെ നമ്മൾ എടുത്ത് ആ റൗണ്ട് അങ്ങ് നൈസായിട്ട് എടുത്തിട്ടുണ്ട് കേസ്. കേസ് നമ്മുടെ അടുത്ത റൗണ്ട് തുടങ്ങിയപ്പോൾ അമ്മാരുടെ ആയിരുന്നു സെലക്ടിങ്. അമ്മാരാണ് ഡബിൾ ഓക്കൊക്കെയാണ് സെലക്ട് ചെയ്തത്. എനിക്കാണ് ഓഗിട്ട് കളിക്കാൻ അത്ര വശമില്ല കേസ്. നമ്മൾ ഗ്ലൂ ഇടുന്നൊക്കെ താഴെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീം പുറകെ ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ടീം റഷ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ റൗണ്ട് നമ്മുടെ ഇത് പോയി. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കലിപ്പ് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ കേസ് ഇവന് ഇവിടെ ഇമോട്ട് ഇട്ട് കേസ്. അപ്പോഴേ ഞാൻ ഉറപ്പിച്ച് കേസ് കളി 4-4 ആയാൽ പോലും കളി വിട്ടു കൊടുക്കുന്നില്ല, കളി ഞങ്ങൾ ജയിക്കും. അതൊരു വാശിയാണ് കേസ്. അത്രയും നമ്മൾ 4 റൗണ്ട് എടുത്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വന്ന് ഇമോട്ട് ഇട്ട് കാണിച്ചാൽ നമ്മൾ വിട്ടു കൊടുക്കും. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മുടെ ടീം ആദ്യത്തെ ചത്തു. അപ്പോൾ അവിടെ ഉള്ളവരുടെ ഡാമേജ് കൊടുത്തപ്പോൾ നമ്മൾ പുറകെ അടിച്ചിട്ട് കേസ് ഇവൻ പിന്നെ ഇമോട്ട് ഇട്ട് കേസ്. ഇവൻ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേസ്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ റൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ റൗണ്ടും പോയി കേസ്. അങ്ങനെ 4-4 ആയിരുന്നു. നിങ്ങൾ കാണുക കേസ്, ഏതായാലും നിങ്ങൾ കാണുക കേസ്. നമ്മുടെ ടീം വലിയ പ്രോ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആദ്യമേ പോയി ചത്തു. അത് നമുക്ക് അഡ്വാൻറ്റേജ് അവിടെ പോയായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് കൂടെ റഷ് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും നോക്കില്ല, MP5 എടുത്തുകൊണ്ട് നേരെ കയറി ചെന്ന് അടിക്കും. ഇപ്പം നേരെ കയറി ചെന്നപ്പോൾ അവൻ മറ്റേ ക്യാരറ്റ് റോഡ് വന്ന് എന്നെ ഫിനിഷ് ചെയ്ത് 4-3 കേസ്. പക്ഷേ നമ്മൾ അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ റൗണ്ട് നമ്മൾ MP5 കൊണ്ട് അവനെ കൊന്നപ്പോഴത്തേക്കും ഫ്ലാഷ് ഫ്രീസ് എടുത്ത് അവന് നല്ല അഡ്വാൻറ്റേജ്. എൻ്റെ HP ഫുള്ള് പോയായിരുന്നു കേസ്. അപ്പോഴത്തേക്കും കറങ്ങി എത്ര പെട്ടെന്ന് എങ്ങനെ അവിടെ വന്നു. ആ റൗണ്ട് ഫിനിഷ് ചെയ്ത് അവൻ അവിടെ ഇമോട്ടിട്ട് കേസ്. അപ്പോൾ 4-4 അപ്പോൾ കേസ് നമ്മൾ ഇത്രയും കളിച്ച് 4 റൗണ്ട് പിടിച്ചിട്ട് പിന്നെ റൗണ്ട് വിട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ കേസ്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ നേരെ MP40യും സ്കാർ 3 എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗൺ കോംബോ സെറ്റായി കേസ്. ഡെസേർട്ടുകളോട് ചുമ്മാ രസത്തിന് എടുത്ത് കേസ്. അത് കഴിഞ്ഞ് ഒന്നും നോക്കിയില്ല, കളി നൈസായിട്ട് കയറി അങ്ങ് പോയി അടിച്ച് കേസ്. അപ്പോൾ നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മുടെ ടീം ചത്തു. അപ്പോൾ നമ്മൾ ലോങ് ചെയ്യുന്നൊരുത്തന്നെ സ്കാർ വെച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ്റെ ടീം റഷ് ചെയ്യുന്നുണ്ട്. നേരെ കയറി MP40 കുത്തിപ്പിടിച്ച് ഞാൻ ചത്തെന്ന് കരുതി എന്തോ ഭാഗത്തിന് അവനെ അങ്ങ് കൊന്നു കേസ്. അപ്പോൾ അവൻ്റെ ടീം നേരെ റഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നും നോക്കിയില്ല, MP40 കുത്തിപ്പിടിച്ച് ഇടയ്ക്ക് ഒരു ഹെഡ് ഡാമേജ് കൊടുത്ത് അപ്പോഴത്തേക്കും എൻ്റെ അടിയൊക്കെ എയിം ലോക്കൊക്കെ എങ്ങോട്ടൊക്കെ പോയി. റൗണ്ട് പോയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ അവനെ അടിച്ചിട്ട് കേസ്. അങ്ങനെ ഈ കളി നമ്മൾ സുഖമായിട്ട് പോയി അടിച്ചിട്ടുണ്ട്. ബോയ്സ് ഇതുപോലത്തെ കിടിലൻ ഗെയിം പ്ലേ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു കിടിലൻ വീഡിയോ വരുന്നവരെ ബൈ.